കുറവിലങ്ങാട് പള്ളിയിൽ നിന്നും ഒരു പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. ഇനി കുറവിലങ്ങാട് പള്ളിയിലെ വിശേഷങ്ങൾ ഈ പോഡ്കാസ്റ്റിലൂടെ ലോകം മുഴുവൻ അറിയട്ടെ. ലോകചരിത്രത്തിൽ ആദ്യമായി മിശിഹാ മാതാവായ മർത്തുമറിയം, പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമി, മാർത്തോമാ നസ്രാണികളുടെ തറവാട്, മഹിതമായ ഉൽപ്പത്തിയും പ്രൗഢമായ പാരമ്പര്യവുമുള്ള പുണ്യഭൂമി, ഇതെല്ലാമാണ് കുറവിലങ്ങാട്. 3 നോമ്പ് തിരുനാൾ ഇങ്ങ് അടുത്തെത്തിയിരിക്കുന്നു. നമുക്ക് 3 നോമ്പ് തിരുനാളിൽ നിന്ന് ആരംഭിക്കാം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ ആദരണീയ ആർച്ച് പ്രീസ്റ്റ് വെരി റവറൻഡ് ഡോക്ടർ തോമസ് മേനാശ്ശേരി. അച്ഛാ, ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശംശിയെ സ്തുതിയാകട്ടെ സാറേ. 3 നോമ്പ് ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പ്രത്യേകിച്ച് കുറവലങ്ങാട്ട് നിന്ന് നമുക്ക് ഇതുപോലെ ഒരു പോഡ്കാസ്റ്റ് ആരംഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊരു ഭാഗ്യമാണ്. കാരണം ഈ കുറവലങ്ങാട്ടുകാരുടെ മാത്രമല്ല, മാർത്തോമാ നസ്രാണികളുടെ മുഴുവൻ, കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ മുഴുവൻ ഒരു തറവാട് എന്നറിയപ്പെടുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിയിൽ അവിടെ തനതായി ആചരിക്കുന്ന 3 നോമ്പ് തിരുനാളിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യവും ദൈവാനുഗ്രഹവുമായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായും കുറവിലങ്ങാട് മദർ ചർച്ച് എമ്മ എന്നാണല്ലോ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെ. ഇപ്പോൾ 3 നോമ്പ് സാധാരണ നമ്മൾ 25 നോമ്പ്, 50 നോമ്പ് തുടങ്ങിയ നോമ്പുകളെല്ലാം ഒരു വലിയ തിരുനാളിനുള്ള ഒരുക്കങ്ങളായിട്ടാണ് നമ്മൾ ആചരിക്കുക. പക്ഷേ 3 നോമ്പ് കുറവിലങ്ങാടിനെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ്. ഇത് നോമ്പ് മാത്രമല്ല, ഒരാഘോഷം കൂടി ആയിത്തീരുന്നു അല്ലേ അച്ഛാ? അതെ, തീർച്ചയായിട്ടും ഇത് ആഘോഷമാണ് എന്ന് മാത്രമല്ല, ഇത് ദൈവശാസ്ത്രപരമായിട്ടും സഭാശാസ്ത്രപരമായിട്ടും വലിയ പ്രസക്തിയുള്ള ഒരാഘോഷം കൂടിയാണ്. തീർച്ചയായും. കാരണം സാർ ഇവിടെ സൂചിപ്പിച്ച 25 നോമ്പ്, 50 നോമ്പ് തുടങ്ങിയ നോമ്പുകളെല്ലാം ആഗോള സഭയിലുള്ള നോമ്പുകളാണ്. ഗ്രീക്ക് സഭകളിലും ലത്തീൻ സഭയിലും സുറിയാനി സഭയിലും എല്ലാം ഉള്ളതാണ്. എല്ലാ സഭകളിലും ഉള്ളതാണ്. പക്ഷേ ഈ 3 നോമ്പിൻ്റെ പ്രത്യേകത, ഈ 3 നോമ്പാചരണം ലത്തീൻ സഭയിലോ ഗ്രീക്ക് സഭകളിലോ കാണുന്നില്ല. പൗരസ്ത്യ സുറിയാനി സഭയിൽ മാത്രം ഉള്ളതാണ് എന്നുള്ളതാണ്. അപ്രകാരമുള്ള ഒരു നോമ്പ് നമുക്ക് നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ആഗോള സഭയെ എൻറിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളത് ഈ നോമ്പ് നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ആഗോള കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റെ റിച്ച്നെസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. തീർച്ചയായും 3 നോമ്പിനെ സംബന്ധിച്ചൊരു വലിയ ബൈബിൾ സംഭവത്തിൻ്റെ ഒരു അനുസ്മരണം കൂടിയാണല്ലേ? തീർച്ചയായിട്ടും. ഈ 3 നോമ്പ് ഈ പൗരസ്ത്യ സഭകളിൽ കൽദായ സുറിയാനി സഭയിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുകയുണ്ടായല്ലോ. അതിനൊരു പശ്ചാത്തലമുണ്ട്. ഇത് മെസപ്പൊട്ടോമിയയുടെ പ്രവശ്യകളായിട്ടുള്ള ഇത് നിനിവേയിലും അതുപോലെ ബേസ്കർമയിലും എല്ലാമാണ് ഈ നോമ്പ് ഉത്ഭവിച്ചത്. 6-ാം നൂറ്റാണ്ട് ഉത്ഭവിച്ചു എന്നാണ് നമ്മുടെ പാരമ്പര്യം പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം, അവിടെ ഒരിക്കൽ ആ കാലഘട്ടത്തിലുണ്ടായ ഒരു പ്ലേഗ് ബാധ അനിയന്ത്രിതമാം വിധം വർദ്ധിച്ച് പെരുകി വരികയും ജനങ്ങളെ മുഴുവൻ ബാധിക്കുകയും പകർച്ചവ്യാധി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ചെയ്യുന്ന ദുർഭഗമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നിരാലംബരായ ജനങ്ങൾ, നിനിവേ എന്ന് പറയുന്നത് ഈ മെസപ്പൊട്ടോമിയയിലെ ഒരു പ്രവശ്യയാണ്, അവിടെ അവർ ബൈബിളിലേക്ക് തിരിയുമ്പോൾ എന്ന് പറയുമ്പോൾ നിനിവേ എന്ന് പറയുന്ന ആ നഗരം പാപബദ്ധമായി നാശോന്മുഖമായി പോയ സാഹചര്യത്തിൽ ദൈവം അവരെ വീണ്ടെടുക്കാൻ വേണ്ടി യോനാ പ്രവാചകനെ നിയോഗിക്കുകയാണ്. യോനാ പ്രവാചകനോട് നിനിവയിൽ പോയി പ്രസംഗിക്കാൻ പറയുമ്പോൾ അതിന് തയ്യാറാകാതെ അദ്ദേഹം താർസൂസിലേക്ക് കപ്പൽ കയറുകയാണ്. അദ്ദേഹം പുറപ്പെടാൻ ഒരുങ്ങി നിന്ന കപ്പലിൽ കയറുകയാണ്. ആ ഒരു ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും വ്യതിചരിച്ചുള്ള യാത്ര അപകടത്തിലെത്തുകയാണ്. നമുക്കറിയാം ബൈബിളിലെ കഥ, യോനാ പ്രവാചകൻ്റെ കഥ നമുക്കറിയാം. യോന കടലിലേക്ക് എറിയപ്പെടുന്നു, തിമിംഗലത്തിൻ്റെ വയറ്റിൽപ്പെടുന്നു. 3 ദിനരാത്രങ്ങൾ യോനാ പ്രവാചകൻ തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് ദൈവത്തെ നിലവിളിച്ചപേക്ഷിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം, നമ്മെ പ്രാർത്ഥിച്ചു എന്നാണ്. അത് 3-ാം ദിവസം തിമിംഗലം നിനിവേയുടെ തീരത്ത് യോനായെ ഛർദ്ദിക്കുകയാണ്. യോനായുടെ പ്രസംഗം അവിടെ ആരംഭിക്കുകയാണ്. ശക്തമായ പ്രവാചക തൃഷ്ണയോടുകൂടി
യൗന പ്രവാചകൻ പ്രസംഗിക്കുകയും തൽഫലമായിട്ട് നിനിവെ നഗരം മുഴുവൻ രാജാവും ജനങ്ങളും അടിമകളും മൃഗങ്ങളും എല്ലാം ഒന്നടങ്കം ചാക്കുടുത്ത് ചാരം പൂശി അതികഠിനമായ തപസ്സനുഷ്ഠിക്കുകയും ദൈവം അവരോട് കരുണ കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ നോമ്പിനെ അവർ ഓർത്തു. തങ്ങളുടെ ഈ കഷ്ടസ്ഥിതിയിൽ അവർ ദൈവത്തെ ഇതുപോലെ ഈ നിനിവെ നിവാസികൾ നോമ്പനുഷ്ഠിച്ചതുപോലെ 3 ദിവസത്തെ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ അവർ അതികഠിനമായ നോമ്പനുഷ്ഠിച്ച് നിലവിളിച്ച് അപേക്ഷിച്ചു ദൈവത്തോട്. തൽഫലമായിട്ട് അത്ഭുതകരമായ വിധത്തിൽ അവരെ ബാധിച്ചിരുന്ന ഈ പ്ലേഗ് ബാധ വിട്ടൊഴിഞ്ഞു പോവുകയും അവരുടെ ഇടയിലെ മരണങ്ങൾ അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ഈ പേർഷ്യൻ സഭ മുഴുവൻ അത് വലിയ ഒരു സ്വീകാര്യതയോടുകൂടി ഈ നോമ്പിനെ കാണാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. തീർച്ചയായും മാർത്തോമാ നസ്രാണികൾ തന്നെ അറിയപ്പെടുന്ന നോമ്പിൻ്റെ സ്നേഹിതർ. നോമ്പിൻ്റെ സ്നേഹിതർ. നമുക്കൊരു മൊണാസ്റ്റിക് ലൈഫ് സ്റ്റൈലാണ് നമുക്കുണ്ടായിരുന്നത്. നമുക്ക് എത്രയോ നോമ്പുകളാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ സഭ ഇത്രയും കാലം ശക്തമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കുടുംബങ്ങൾ ഇത്രയും ബലവത്തായിട്ട്, ലോകത്തുള്ള അനേകം കുടുംബങ്ങൾക്ക് തകർച്ച സംഭവിക്കുമ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും നമ്മുടെ സഭയുമൊക്കെ ശക്തമായിട്ട് ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ കരുതുന്നത് നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചിരുന്ന തപശ്ചര്യകളും നോമ്പനുഷ്ഠാനങ്ങളും ഒക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ നോമ്പനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച സമൂഹം, ഇവിടുത്തെ പൗരസ്ത്യ സുറിയാനി ക്രൈസ്തവർ തങ്ങളുടെ ഒരു സഭയുടെ മാതൃദേശമായ പേർഷ്യൻ സഭയിലെ വളരെ വിഖ്യാതമായ നോമ്പ് അതിവേഗം സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് സ്വീകരിച്ച് അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി തങ്ങളുടെ ജീവിതക്രമത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അങ്ങനെ നമ്മുടെ സുറിയാനി സഭയിലെ പള്ളികളിലെല്ലാം ഈ 3 നോമ്പിന് വലിയ പ്രാമുഖ്യം ലഭിക്കുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ കാണുന്നത് 3 നോമ്പ് ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും കുറവലങ്ങാട് പള്ളിയിലെ 3 നോമ്പിന്റെ പേരിലാണ് ഇന്ന് 3 നോമ്പ്. കുറവലങ്ങാട് പള്ളി എന്ന് കേൾക്കുമ്പോൾ തന്നെ 3 നോമ്പ് കപ്പൽ പ്രദക്ഷിണവുമൊക്കെയാണല്ലോ നമ്മുടെ മനസ്സിലാക്കി. അപ്പം തീർച്ചയായിട്ടും ഈ യോനാ പ്രവാചകന്റെ യവനാൻ നിവ്യായുടെ കപ്പൽ യാത്ര, ഒപ്പം അദ്ദേഹത്തിന്റെ ഉണ്ടായ മാനസാന്തരം, അദ്ദേഹത്തിലൂടെ നിലവെ നിവാസികൾക്കുണ്ടായ, ഇതെല്ലാമാണ് നമ്മുടെ ഈ 3 ദിവസങ്ങളിലൂടെ നമ്മൾ അനുസ്മരിക്കുക. ഇത് കുറവലങ്ങാട് പള്ളിയിൽ മാത്രമല്ല, ഇത് ഇപ്പോഴതിൻ്റെ പൂർണ്ണമായ ഇതിലില്ലെങ്കിലും ഈ നോമ്പനുഷ്ഠാനം ഇപ്പോൾ കടുത്തുരുത്തി പള്ളിയിലുള്ളതാണ്, പുളിങ്കുന്ന് പള്ളിയിലുള്ളതാണ്. എന്നാലും ഈ കുറവലങ്ങാട് പള്ളിയിലാണ് ഏറ്റവും പ്രമുഖമായ തരത്തിൽ ഈ നോമ്പ് ഖ്യാതി നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും കുറവലങ്ങാടിൻ്റെ ഒരു പാരമ്പര്യമായിരിക്കും തീർച്ചയായിട്ടും കുറവലങ്ങാടിൻ്റെ പാരമ്പര്യമാണ്. പിന്നീട് നമുക്ക് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ സഭയിൽ നിന്ന് ഈ നോമ്പ് നിഷ്കാസിതമായ ഒരു കാലഘട്ടമാണ്. നമ്മുടെ പള്ളികളിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്നെല്ലാം ഇപ്രകാരമുള്ള നമ്മുടെ നോമ്പിലധിഷ്ഠിതമായ ഭക്തിമുറകൾ അല്ലെങ്കിൽ താപസ ചൈതന്യങ്ങളൊക്കെ നമുക്ക് ഒട്ടേറെ ഇല്ലാതായിപ്പോയത് പാശ്ചാത്യ കാലത്തിൻ്റെ ഗതിവിഗതികൾ എന്നൊക്കെ നമുക്ക് പറയാം. അതെ. അതായത് ഉദയംപേരൂർ സുനകദോസിന് ശേഷം ഇവിടെയുള്ള തനതായ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനാവിധികളും ആരാധനാക്രമ ഗ്രന്ഥങ്ങളും പാരമ്പര്യങ്ങളുമെല്ലാം ജുക്സ്റ്റാപ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എടുത്തു കളഞ്ഞ് അതിൻ്റെ സ്ഥാനത്തേക്ക് ലത്തീൻ രീതിയിലുള്ള പാശ്ചാത്യ രീതിയിലുള്ള ഭക്തിമുറകൾ, പ്രാർത്ഥനാ രീതികളെല്ലാം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം ഉണ്ടായല്ലോ. അത് ആദ്യകാലത്തൊക്കെ ആദ്യ നൂറ്റാണ്ടുകളെല്ലാം നമ്മൾ ചേർത്ത് നിന്നിരുന്നു. ഇവിടുത്തെ തോമാശ്ലീഹായുടെ മാർഗവും വഴിപാടുമാണത്. മാർത്തോമ മാർഗമാണ്. അത് ഒരു തരത്തിലും അമൻഡ് ചെയ്യാൻ നമ്മുടെ പൂർവികർ സമ്മതിച്ചിരുന്നില്ല. അവരുടെ പിന്നീട് നമ്മൾ ആലങ്ങാട് സെമിനാരിയിൽ വൈദിക പരിശീലനം കിട്ടിയ, പാശ്ചാത്യ രീതിയിൽ വൈദിക പരിശീലനം കിട്ടിയ വൈദികർ വന്നപ്പോൾ നമ്മുടെ പൂർവികർ തങ്ങളുടെ മക്കളായിട്ട് കൂടിയും അവരെ നമ്മുടെ പള്ളികളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം ഈ നമ്മുടെ തനതായ പാരമ്പര്യങ്ങളോടുള്ള നമ്മുടെ ഒരു വലിയ പ്രതിബദ്ധതയാണ്. പക്ഷേ പിന്നീട് അധിനിവേശ കാലഘട്ടം, അത് 16-ാം നൂറ്റാണ്ട് കഴിഞ്ഞു, 17-ാം നൂറ്റാണ്ടായി, 18-ാം നൂറ്റാണ്ട്, 1850 ശേഷം പ്രത്യേകിച്ച് ഏതാണ്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ സീറോ മലബാർ സഭ എന്ന് നമ്മൾ വിളിക്കുന്ന സുറിയാനി സഭ ഒരു പാശ്ചാത്യ ഭരണത്തിന് കീഴിൽ പൂർണ്ണമായിട്ടും അമർന്നു കഴിഞ്ഞിരുന്നു. 1850 കാലഘട്ടമായപ്പോഴേക്കും നമ്മൾ തന്നെയും നമ്മുടെ ഈ ചുവടുകൾ മറന്നു, നമ്മുടെ റൂട്ടുകൾ മറന്നു, നമ്മുടെ സ്വത്വബോധം നമുക്ക് നഷ്ടപ്പെട്ടു. ആ കാലഘട്ടത്തിൽ വരാപ്പുഴ മെത്രാപ്പൊലീത്തയായിരുന്ന ബെർണർദീനോസിൻ്റെ ആഹ്വാനപ്രകാരം നമ്മുടെ ഈ സുറിയാനി സീറോ മലബാർ സഭയിലെ
വളരെ ഡെപ്ത് ഡയമെൻഷനുള്ള നമ്മുടെ അനുഷ്ഠാനങ്ങൾ, പ്രത്യേകിച്ച് നോമ്പുകൾ, 8 നോമ്പ്, 3 നോമ്പ്, ഇതെല്ലാം ഇല്ലാതാക്കാനായിട്ടുള്ള വലിയൊരു പരിശ്രമമുണ്ട്. അതിൻ്റെ കാരണം ഈ 3 നോമ്പ് ദിവസങ്ങളിൽ ആളുകൾ രാത്രിയും പകലും പള്ളിയിൽ താമസിക്കുകയാണ്. പള്ളിക്ക് ചുറ്റും ചെറിയ കുടിൽ കെട്ടി താമസിക്കുന്നു. അവരവിടെ താമസിച്ച് നമ്മൾ ഭജന ഇരിക്കുന്നത് പോലെ ഒരു ഭാരതീയ സംസ്കാരത്തിന് ചേരുന്ന രീതിയിൽ പള്ളിയിൽ താമസിച്ച് അതികഠിനമായ തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു പാശ്ചാത്യ കാഴ്ചപ്പാടിൽ ഒരു ശുദ്ധതയാർന്ന ജീവിതത്തിന് അത്ര ചേർന്നതല്ല. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ രാത്രിയും പകലും പള്ളിയിൽ താമസിക്കുന്നത് അത്ര ഐഡിയൽ അല്ല എന്നൊരു ബോധ്യം അവർക്കുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അവരിതെല്ലാം അങ്ങ് നിർത്തിക്കാൻ നോക്കി. അങ്ങനെ നിർത്തിക്കാൻ നോക്കിയിട്ട് പോലും പൂർണ്ണമായിട്ടും നിർത്താതെ ഈ നോമ്പിനെ പിടിച്ചു നിർത്തിയൊരു പള്ളി കുറവലങ്ങാട് പള്ളിയാണ്. ഒരു പക്ഷേ കടുത്തുരുത്തിയിൽ ഇപ്പോഴും ഉണ്ട്, പുളിങ്കുന്നിലുണ്ട്. ഏറ്റവും ശക്തമായിട്ട് ഈ നോമ്പ് പിടിച്ചു നിർത്തിയ ഒരു പള്ളി എന്ന് പറയുന്നത് നമ്മുടെ കുറവലങ്ങാട് പള്ളിയാണ്. തീർച്ചയായിട്ടും ഈ കുറവലങ്ങാട് പള്ളി നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളുടെയും ചരിത്രങ്ങളുടെയും രീതിയില്ലമായിട്ട് മാറി. അതിൻ്റെ കാരണം സഭയുടെ അധികായന്മാരായ നേതാക്കന്മാർ മുഴുവൻ ഇവിടെയായിരുന്നു. അർക്കദിയാക്കന്മാർ, പിന്നെ ആദ്യത്തെ ഏകദേശീയ മെത്രാനായിരുന്ന പള്ളിവീട്ടിൽ ചാണ്ടി മെത്രാൻ, പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോന്നാൽ നിധിരിക്കൽ മാണിക്കത്തനാർ, ഇവരെല്ലാം നമ്മുടെ സഭയുടെ ദുർഗങ്ങളായിരുന്നു. നമ്മുടെ സഭയുടെ ഉരുക്ക് മനുഷ്യന്മാരായിരുന്നു ഇവർ, ശക്തി ദുർഗങ്ങളായിരുന്നു അവർ. അപ്പം അതുകൊണ്ട് ഈ നോമ്പ് പൂർണ്ണമായിട്ടും നിലംപരിചാക്കി കളയാനായിട്ട് ഈ വൈദേശിക സംസ്കാരത്തിൻ്റെ കുത്തൊഴുക്കിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് കുറവലങ്ങാട്ട് പിടിച്ചു നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ വലിയ നോമ്പിന് മുമ്പുള്ള ചെറിയ നോമ്പും കൂടെ എന്നും കൂടി ഇത് വിളിക്കപ്പെടുന്നുണ്ട്. വലിയ നോമ്പിന് മുമ്പുള്ള ചെറിയ നോമ്പ്, അതായത് 18-ാം ഇട എന്ന് വിളിക്കുന്നുണ്ട്. 18 ദിവസം മുമ്പ് വലിയ നോമ്പിനുള്ള ഒരുക്കം എന്ന നിലയ്ക്കും കൂടിയാണിത്. അതായത് വലിയ നോമ്പിന് മുമ്പ് 18 ദിവസങ്ങൾക്ക് മുമ്പുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലുള്ള ഒരു ഒരുക്കം കൂടിയായിട്ടാണ് ഈ നോമ്പിനെ കാണുന്നത്. അപ്പം ഈ നോമ്പിൻ്റെ യഥാർത്ഥ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന ആളുകൾ പള്ളിയിൽ ഇരുന്നുകൊണ്ട് നിനിവേ നിവാസികൾ നിലവിളിച്ചതുപോലെയുള്ള ഒരു നിലവിളി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ഒരു ക്രൈ, അല്ലെങ്കിൽ ആളുകളുടെ ഒരു യാചന, അതായിരുന്നു ഈ 3 നോമ്പിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം അതായിരുന്നു. പക്ഷെ നമുക്ക് ആ ഉള്ളടക്കം നഷ്ടപ്പെട്ടു. ഏതാണ്ട് ഒരു 100-150 കൊല്ലത്തിലധികമായിട്ട്, അല്ലെങ്കിൽ 200 കൊല്ലമെങ്കിലും ആയിട്ട് നമുക്ക് നമ്മുടെ ആ 3 നോമ്പിൻ്റെ നൂറ്റാണ്ടുകളായി അതിൻ്റെ ഉള്ളടക്കം നഷ്ടപ്പെട്ടു പോയി. നമുക്കിപ്പോൾ അതിൻ്റെ പുറന്തോട് മാത്രമേ ഉള്ളൂ. ഈ കുറവലങ്ങാട് പള്ളിയെ സംബന്ധിച്ച് 3 നോമ്പിന് മാതാവുമായി ബന്ധപ്പെട്ട ചില വണക്കങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറവലങ്ങാട് പള്ളിയിൽ ഈ 3 നോമ്പ് എന്ന് പറയുന്നത് നിനിവേക്കാരുടെ നോമ്പ് നടത്തുമ്പോൾ നമുക്ക് പ്ലേഗ് ബാധയുടെ പശ്ചാത്തലമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കുറവലങ്ങാട് മണ്ണിൽ ലോകത്തിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മുത്തിയമ്മയോടുള്ള അത്യുദാത്തമായ നമ്മുടെ ഭക്തിയുടെ ഒരു വലിയ പ്രകാശന വേദിയായിട്ടാണ് 3 നോമ്പിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ മാതാവിനോടുള്ള ഭക്തി എന്ന് തോന്നിക്കുകയല്ല. ഉദാഹരണം എടുത്താൽ കൽക്കുരിശൻ്റെ ചുവട്ടിൽ എണ്ണ ഒഴിക്കുന്നു, അല്ലെങ്കിൽ വിളക്കിൽ എണ്ണ പകരുന്നു, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പോലെ നമ്മൾ കപ്പൽ പ്രദക്ഷിണം നടത്തുന്നു. ഇതിനൊക്കെ മുത്തിയമ്മയുമായിട്ട് നേരിട്ട് എന്താണ് ബന്ധം? അതാണ് നമ്മുടെ എക്ലീസിയ, നമ്മുടെ മരിയോളജി. നമ്മുടെ മരിയോളജി എന്ന് പറയുന്നത് ഒരു എക്ലീസിയോളജിയാണ്, ഒരു ക്രിസ്റ്റോളജിയാണ്. അതൊരു ക്രിസ്തുശാസ്ത്രമാണ്, ഒരു സഭാശാസ്ത്രമാണ്. അല്ലാതെ ഈ മരിയോളജിയെ ദൈവമാതൃഭക്തി ഒരു വേറിട്ടൊരു കാര്യമല്ല. കേന്ദ്രീകൃതമാണ്, സഭാ കേന്ദ്രിതമാണ്. ബൈബിളിലും അങ്ങനെ തന്നെയല്ലേ? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറിയത്തെ സഭയുടെ മുഖമെന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു മരിയോളജി എന്ന് പറയുന്നത് അത് സഭയോട് ബന്ധപ്പെട്ടാണ്, മിശിഹായോട് ബന്ധപ്പെട്ടാണ്. ആ കുരിശിൻ്റെ ചോട്ടിൽ എണ്ണയൊഴിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പാദാന്തികത്തിൽ എണ്ണ ഒഴിച്ച ആ സ്ത്രീ ചെയ്ത പ്രവൃത്തിയുടെ ഈശോയാണ്, സ്ലീവായ ഈശോയാണ്. ആ തൈലം പൂശലാണ് ഈ കുരിശൻ്റെ ചോട്ടിൽ, കൽക്കുരിശൻ്റെ ചോട്ടിൽ എണ്ണ പകരും. ജാതിമത ഭേദമന്യുള്ള ആളുകൾ വന്ന് എണ്ണ പകരുന്നു എന്ന് പറയുമ്പോൾ അത് മിശിഹായുടെ പാദാന്തികത്തിൽ തൈലം പൂശുന്നതിന് തുല്യമാണ്. അത് മാതാവിനോടുള്ള ഭക്തിയാലാണ് ചെയ്യുന്നത്.
മാതാവിനോടുള്ള ഭക്തിയാൽ നമ്മൾ മാതൃസ്തവങ്ങൾ ചെല്ലുകയല്ല ചെയ്യുന്നത്, മറിച്ച് ക്രിസ്തുസ്തവങ്ങൾ ചെല്ലുകയാണെന്ന് പറഞ്ഞെന്നാൽ അതൊരു ഒത്തൻറ്റിക്കായിട്ടുള്ള ഒരു മരിയോളജിയാണ്. മാതാവിലൂടെ ഈശോയിലേക്ക്, മാതാവിലേക്കല്ല നമ്മളെ എത്തിക്കുന്നത്, അത് ഈശോയിലേക്കാണ്. മാതാവ് സഭയിലേക്കുമാണ് നമ്മളെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അത്തരത്തിൽ നമുക്ക് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുപോയ നോമ്പിൻ്റെ ചൈതന്യത്തെ വീണ്ടെടുക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടായത് ഈ കഴിഞ്ഞ 3 നോമ്പിൻ്റെ സമയത്ത്. ലോകത്തിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണല്ലോ കുറവലങ്ങാട്. അപ്പം മാതാവിൻ്റെ ഈ വിവിധ പ്രത്യക്ഷീകരണങ്ങൾ കൂടി നാം ഈ ദിവസങ്ങളിൽ അനുസ്മരിക്കുന്നു അല്ലേ? അതെ, സാർ പറഞ്ഞത് വളരെ ശരിയാണ്. കുറവലങ്ങാട് പള്ളിയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടം എന്ന നിലയ്ക്കാണ്. അത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുക മാത്രമല്ല, മാതാവ് മുത്തിയമ്മ എന്ന് നമ്മൾ പൂർവികർ വിളിച്ചു പോകുന്ന മാതാവ് കുട്ടികൾക്ക് കൊടുത്ത ജലം ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത് ദൃശ്യമാണ്. ആ വെള്ളം നമുക്ക് കോരി കുടിക്കാൻ ഇപ്പോഴും പറ്റുന്നു. അനേകായിരങ്ങൾക്ക് രോഗശാന്തികൾ ലഭിക്കുന്നു. അനേകം ആളുകളാണ് രോഗശാന്തി ആ വെള്ളം വീട്ടിൽ കൊണ്ടുപോയി കുടിച്ച് രോഗികൾക്ക് കൊടുത്ത്. നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ധാരാളം പേര് ഇവിടെ വരികയും വെള്ളം ശേഖരിച്ചുകൊണ്ട് പോവുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു കെട്ടുകഥയല്ല, നമ്മുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് മുത്തിയമ്മയുടെ. അതുകൊണ്ട് ആ നിലയ്ക്ക് ഈ കൊള്ളങ്ങാട് പള്ളിയുടെ വലിയൊരു ചുവട് നിൽക്കുന്നത് മുത്തിയമ്മയുടെ ഇടപെടലിലാണ്. മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ട് കുട്ടികൾക്ക് അപ്പവും വെള്ളവും കൊടുത്തു എന്ന് മാത്രമല്ല, നിങ്ങളിവിടെ പള്ളി പണിയാൻ മാതാവ് ആവശ്യപ്പെട്ടു. മാതാവ് സ്ഥാനനിർണ്ണയം നടത്തി എന്നുള്ളതാണ് ദേവാലയം. അതിനുശേഷം ഈ പള്ളിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ പല പ്രാവശ്യം മുത്തിയമ്മ പ്രത്യക്ഷപ്പെടുകയും മുത്തിയമ്മയുടെ, ഞാൻ വിശ്വസിക്കുന്നത് മുത്തിയമ്മയുടെ വലിയൊരു പരിപാലന ഈ ദേശത്തുണ്ട്, സജീവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് അർക്കദിയാക്കോന്മാരെ പോലുള്ള ഇന്ത്യ മുഴുവൻ്റെയും അർക്കദിയാക്കോന്മാർ എന്ന് വിളിക്കപ്പെടുന്ന 16 നൂറ്റാണ്ടുകാലം നമ്മുടെ ഭരിച്ചവർ, നമ്മുടെ സഭയെ കേടുകൂടാതെ മുന്നോട്ട് കൊണ്ടുപോയവരാണെന്ന് ഓർക്കണം. ഐക്യത്തിൽ ഒന്നായിട്ട് കൊണ്ടുപോയ പിതാക്കന്മാർ, ആ ഒരു വലിയ പ്രാധാന്യമാണ് ഈ കുറവലങ്ങാടിൻ്റെ 3 നോമ്പിനകത്ത് മുഴുവൻ. നമ്മുടെ ഈ 3 നോമ്പ് തിരുനാളിൽ ഈ പറഞ്ഞ നമ്മുടെ സഭയുടെ മുഴുവൻ ചരിത്രങ്ങളും പാരമ്പര്യങ്ങളും അതിൻ്റെ ആഭിജാത്യങ്ങളുമെല്ലാം തെറ്റാതെ അത് സംഗമിക്കുന്ന ഒരു സംഗമ ദിനങ്ങളാണ് ഈ 3 നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ തിരുനാളിൻ്റെ പ്രത്യേക അവകാശങ്ങൾ, അതിൻ്റെ പാരമ്പര്യങ്ങൾ, അതിൻ്റെ ചിട്ടകൾ, അതിൽ ഓരോരോ കുടുംബങ്ങൾക്ക്, കരക്കാർക്ക് ഒക്കെയുള്ള സ്ഥാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ആ ഒരു പൈതൃകത്തിൻ്റെ ഒരു ആഭിജാത്യമാണ് കാണിക്കുന്നത്. തീർച്ചയായും. ഈ വർഷത്തെ 3 നോമ്പിന് വലിയൊരു പ്രാധാന്യം, മഹത്വം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഉണ്ടല്ലോ. ബാവുസ നമസ്കാരം തിരിച്ചു വരുന്നു. കഴിഞ്ഞ വർഷം 3 നോമ്പിൻ്റെ ചൊവ്വാഴ്ച അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് പാലാരൂപത അധ്യക്ഷൻ വലിയൊരു ആഹ്വാനം നടത്തിയിരുന്നു. നഷ്ടപ്പെട്ടു പോയ ബാവുസ യാചനകൾ തിരിച്ചെടുക്കണമെന്നുള്ളത് വലിയൊരു ആഹ്വാനമായിരുന്നല്ലോ അത്. സാറേ, അത് എനിക്ക് അതിശയം തോന്നുന്നു. ഞാൻ സെമിനാരിയിൽ, വടവാതൂർ സെമിനാരിയിൽ പഠിച്ചതാണ്. അവിടെ നമ്മുടെ സഭയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സെമിനാരിയാണ്. അതിനുശേഷം എനിക്ക് ഉപരിപഠനം നടത്താനും പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരിടത്തും ഈ ബാവുസ എന്ന വാക്ക് കേൾക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിതാവ് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ബാവുസ എന്ന വാക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് പിതാവിൻ്റെ ആ പ്രസംഗം ഞാൻ ഓൺലൈനായിട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ്. ഞാനന്ന് കുറവലങ്ങാട് ആർച്ച് പ്രീസ്റ്റായിട്ട് വരുമെന്ന് സ്വപ്നേബി വിചാരിച്ചിരുന്നില്ല. പക്ഷേ അതെന്നെ ടച്ച് ചെയ്തു. ഞാൻ ജീവിതത്തിൽ, ഞാൻ കുറവലങ്ങാട് വളരെ കൊച്ചു പൈതലായിരിക്കുന്ന കാലം മുതൽ വന്ന് നേർച്ചയിട്ടുകൊണ്ടിരുന്ന, എൻ്റെ അമ്മയോടൊപ്പം വന്ന് നേർച്ചയിട്ടുകൊണ്ടിരുന്ന ആളാണ്. അച്ഛൻ്റെ വീട് രത്നഗിരിയാണല്ലോ. അതെ. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് ഈ ബാവുസ ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ കുറവലങ്ങാട്ടുകാരും കേട്ടിട്ടില്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, നമുക്ക് 3 നോമ്പ് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചു. പക്ഷേ 3 നോമ്പിൻ്റെ ആന്തരിക ചൈതന്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്നല്ല, നമ്മുടെ സ്മൃതിയിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ട് വിസ്മൃതിയിലാണ്ടുപോയി. കാരണം നൂറ്റാണ്ടുകളായി തിരിച്ചെടുക്കാനാവാത്ത വിധം നമുക്കത് വിസ്മൃതിയിലാണ്ടുപോയി. പക്ഷേ അത് ഒന്ന് തട്ടി ഉണർത്താൻ പിതാവിൻ്റെ ആ പ്രസംഗത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനിവിടെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് നിയോഗിക്കുന്നത്. എൻ്റെ ആദ്യം മനസ്സിൽ വന്ന ചിന്ത, പിതാവ് പറഞ്ഞ ഈ ബാവുസ എന്താണ് എന്ന് അന്വേഷിക്കണം. സാധിക്കുമെങ്കിൽ ദൈവമേ, മുത്തിയമ്മ അനുവദിക്കുമെങ്കിൽ അത് വീണ്ടും അത് മുൻകാല പ്രാബല്യത്തോടെ അതിനെ പുനഃസ്ഥാപിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് ഞാൻ വന്നത്. ഇത്രയും 1 വർഷം കൊണ്ട് നമുക്കതിലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മുടെ നസ്രാണി ദേറ നമ്മളെ ഏറെ സഹായിച്ചിട്ടുണ്ട്.
ഡോൺ ബോസ്കോ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ രൂപതയിലെ പാലാ രൂപതയിലെ അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ വലിയ പ്രോത്സാഹനം മൂലം നിരവധി ചെറുപ്പക്കാരായ വൈദികർ സുറിയാനി ഭാഷയിൽ പണ്ഡിതരായി തീർന്നു. സുറിയാനി ഭാഷയിൽ മാത്രമല്ല, സുറിയാനി പൈതൃകങ്ങളിൽ വലിയ അവഗാഹമുള്ളവരായിട്ട് മാറിയിരിക്കുന്നു. അവർ വലിയ ഉപരിപഠനങ്ങളോ വലിയ ഉള്ളവരൊന്നുമല്ല, പക്ഷേ അവർക്ക് സുറിയാനി അറിയാം, അവർ പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് കൂനമാക്കലച്ചനെ പോലുള്ള അച്ഛന്മാരുടെ സ്വാധീനത്തിൽ നസ്രാണി ദയറ, അത് എത്രയോ ചെറുപ്പക്കാരാണ്, നല്ല ഉദ്യോഗസ്ഥരായിട്ടുള്ള ചെറുപ്പക്കാർ സുറിയാനി പൈതൃകങ്ങളെ കണ്ടിട്ട് അവർ സഭയുടെ മുമ്പിൽ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സീറോ മലബാർ സഭയുടെ മുമ്പിൽ അവർ നടക്കുകയാണോ, അവർ കയറി മുമ്പിൽ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ അച്ഛന്മാരൊക്കെ ഞങ്ങളൊക്കെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളൊക്കെ അവരുടെ പിന്നിലായി പോകുന്നുവോ എന്ന് പലപ്പോഴും യുവജനങ്ങളുടെ ഒരു മുന്നോട്ടുള്ള നടപ്പ്, അവരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഈ ബാവുസ എന്ന് പറയുന്ന പ്രാർത്ഥനയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ റിച്ച്നെസ് മനസ്സിലാകുന്നത്. നമുക്ക് ഈ 3 നോമ്പ് ദിനങ്ങളിൽ ആവർത്തിച്ചുള്ള കുർബാനയല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആളുകളെല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടി ഈ ബാവുസ പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലുക, കേൾക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പിതാവെന്ന് സൂചിപ്പിച്ചത്. തീർച്ചയായും. അതായത് ഈ പ്രാർത്ഥന ബാവുസ എന്ന് പറയുന്നത്, അതിൻ്റെ ബാവുസ എന്ന വാക്കിൻ്റെ അർത്ഥം നിനിവേക്കാരുടെ യാചന അല്ലെങ്കിൽ നിനിവേക്കാരുടെ നിലവിളി. അവർ ഈ യോനായുടെ പ്രസംഗം കേട്ട് ഉള്ളിൽ അവർക്ക് അവരുടെ ഹൃദയം നുറുങ്ങി. ആ ഹൃദയം നുറുങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിൻ്റെ മുമ്പാകെ ചാക്കൊടുത്ത് ചാരം പൂശി നടത്തുന്ന നിലവിളി അല്ലെങ്കിൽ യാചനയാണത്. അതുകൊണ്ട് തന്നെയായിരിക്കും 3 നോമ്പ് ബാവുസാദ് നിൻവായെ. അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അത് പറയുന്നത് തന്നെ. ബാവുസാദ് നിനിവായെ എന്ന പേര് തന്നെ വന്ന വാസ്തവത്തിൽ അതാണ് നമ്മുടെ 3 നോമ്പിൻ്റെ ചൈതന്യം. അല്ലാതെ ഒരു കുറേ ആൾ കൂടുക, വലിയ ആഘോഷങ്ങൾ നടത്തുക, അല്ലെങ്കിൽ തുടർ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക, അതിനേക്കാൾ ഉപരിയായിട്ട് ബാവുസാദ് നിനിവായയാണ് 3 ദിവസത്തെ യാചനകൾ. ഈ യാചനയുടെ പ്രത്യേകത, ഈ ടെക്സ്റ്റ് നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചത് നമ്മുടെ സുറിയാനി പ്രാർത്ഥനകളുടെ എല്ലാം കൂടിയുള്ള ഒരു സംഗ്രഹമായിട്ടുള്ള ഹുദ്ര എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ നിന്നാണ്. നമ്മുടെ അച്ഛന്മാരും നമ്മുടെ സുറിയാനി പ്രാർത്ഥനകളുടെ പുരാതനമായ ഒരു ഗ്രന്ഥമാണത്. അതിനകത്തുനിന്ന് ഇത് ഒരു കോട്ടവും തൊട്ട് പൂർണ്ണമായിട്ടും നമുക്കതിനകത്ത് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ അച്ഛന്മാരും നമ്മുടെ ഈ സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് അവരതെല്ലാം വിവർത്തനം ചെയ്തെടുത്തു. മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തെടുത്തു, മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, നമുക്ക് ഈ മലയാള ഭാഷയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കാലത്തെ ഭാഷയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതാണ്. അത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച ചെഞ്ചേരിലച്ഛനാണ്, ജോയി ചെഞ്ചേരി, MCBSലെ വൈദികനാണ്. അദ്ദേഹം മനോഹരമായ കവിതകളാക്കി, പ്രാർത്ഥനകളാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി. ഒരു ഗാനരചയിതാവ് കൂടിയാണ്. അതെ. ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, ഈ പ്രാർത്ഥന പള്ളിക്കകത്ത് ജനങ്ങളും വൈദികരും ഒരുമിച്ച് ചെല്ലുന്നു എന്നുള്ളതാണ്. നമ്മുടെ മറ്റെല്ലാ പ്രാർത്ഥനകളിലും വൈദികർ ബേമായിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. എന്നാൽ ഈ ബാവുസ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് വൈദികർ ബേമായിൽ പ്രവേശിക്കുന്നില്ല. അവരെല്ലാം അവരും ബേമായിൽ പ്രവേശിക്കാൻ, മധുബായിൽ പ്രവേശിക്കാൻ അയോഗ്യരാണ്. അതുകൊണ്ട് അവരും ജനങ്ങളോടൊപ്പം നിന്ന്, രാജാവും ജനങ്ങളും ഒരുമിച്ച് കൊടുത്തു എന്ന് പറയുന്നത് പോലെയാണ്. എല്ലാവരും ഒരുമിച്ച് ഹൈക്കലായിൽ നിന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നത്. 3 ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് മധുബായിലേക്ക് കയറുന്നത്. കരുണ ലഭിച്ചു കഴിയുമ്പോൾ, ലാസ്റ്റ് കരുണ കിട്ടിക്കഴിയുമ്പോഴേക്കുമാണ് കർത്താവിൻ്റെ 3-ാം ദിവസം ആകുമ്പോഴേക്കും കർത്താവിൻ്റെ കരുണ കിട്ടി. പിന്നെ ഈ പ്രാർത്ഥനയുടെ കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ റിച്ച്നെസ് നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുതെ ആരെങ്കിലും എഴുതിക്കൂട്ടിയ കുറച്ച് പ്രസംഗങ്ങളല്ല. ഇത് സഭയുടെ പരിശുദ്ധരായ പിതാക്കന്മാരുടെ പ്രബോധനങ്ങളാണ്. അത് സുറിയാനി സഭാപിതാക്കന്മാർ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മാർ അഫ്രൈമിൻ്റെ പ്രബോധനങ്ങളും ഉദ്ബോധനങ്ങളുമാണ് അതിൽ മഹാഭൂരിപക്ഷവും. അതുപോലെ മാർ ഏലിയായുടെ, മാർ ശല്ലീത്തായുടെ, അല്ലെങ്കിൽ ഐസക് ഓഫ് നിനിവയുടെ, ഇങ്ങനെയുള്ള നമ്മുടെ സുറിയാനി പിതാക്കന്മാരുടെ എല്ലാം പ്രബോധനങ്ങളാണ് അതിനകത്ത്. ഇത് നമ്മൾ ഉറക്കെ വായിക്കുകയും ജനങ്ങളെല്ലാം നിന്ന് ചെല്ലുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിനോടിടയ്ക്കുള്ള പ്രാർത്ഥനകളിൽ എല്ലാവരും നിലത്ത് മുട്ടുകുത്തി കർത്താവെ കനിയണമേ, കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ് ജനങ്ങൾ. സഭ മുഴുവൻ, ഹോൾ ചർച്ചാണ് സഭ മുഴുവൻ. അത് മെത്രാനും വൈദികരും ജനങ്ങളും പാവപ്പെട്ടവരും ധനാഢ്യന്മാരും സാധാരണക്കാരും പണ്ഡിതന്മാരും പാമരന്മാരും എല്ലാവരും ഒരുമിച്ച്
സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവമേ കരുണ കാണിക്കണമേ എന്ന് ആമേൻ പ്രാർത്ഥിക്കുകയാണ്. എന്ന് പറയുകയാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ ഈ വൈകാരിക പ്രാധാന്യമുള്ള ഭക്തിമുറകളാണ് ഞാൻ ഈ പറഞ്ഞ 18-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇവിടെ പ്രചാരത്തിൽ വന്നത്. ഈ വൈകാരിക പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ചൊല്ലുമ്പോൾ നമുക്കൊരു സുഖം ലഭിക്കും. കുരിശിൻ്റെ വഴി ഉദാഹരണമായിട്ട് നല്ല പ്രാർത്ഥനയാണ്. അത് ചൊല്ലുമ്പോൾ നമുക്കൊരു വൈകാരികമായിട്ടുള്ളൊരു എക്സ്റ്റസി നമുക്കുണ്ടാകും. പക്ഷേ ഈ വൈകാരികമായ എക്സ്റ്റസികൾക്കൊന്നും ഒരുപാട് സ്ഥായീഭാവമില്ല. അത് വന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പോകും. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് സഭയുടെ ഒരു സ്വത്വമാണത്. നമ്മുടെ ഒരു സഭയുടെ സ്വത്വമാണ്, സഭയുടെ ദിശയാണത്. അത് വളരെ നമ്മളിൽ റാഡിക്കലായിട്ടുള്ള ചില ഭാവങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ബാവുസാദ് നിനിവായെ നമ്മൾ വീണ്ടെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം. പിതാവെന്ന് പറഞ്ഞതോ സാർ ഓർക്കുന്നുണ്ടോ? കുറവലങ്ങാട് വീണ്ടെടുത്തില്ലെങ്കിൽ മറ്റാരും ഇതിന് മെനക്കെടില്ല. നമുക്ക് ആ ഒരു ചരിത്ര ദൗത്യം നിർവഹിക്കാനാണ് നമ്മൾ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാം. ഒറ്റ വർഷം കൊണ്ട് അത് വീണ്ടെടുക്കുവാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ ആളുകളത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. അത് ഒരുപക്ഷെ ഒറ്റ വർഷം കൊണ്ട് സാധിക്കുക. നമ്മൾ അനേക വർഷങ്ങൾ, നമുക്ക് അനേക നൂറ്റാണ്ടുകൾ നഷ്ടപ്പെട്ടു പോയൊരു കാര്യത്തെ നമ്മൾ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ പൂർണ്ണമായ ഒരു സ്പിരിറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചെന്ന് വരികയില്ല. അതുകൊണ്ട് നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ വർഷങ്ങളിലും നമ്മൾ അതിലേക്ക് വളരേണ്ടതുണ്ട്. നമ്മുടെ ജനങ്ങളും നമ്മുടെ സഭയും വളരേണ്ടതുണ്ട്. തീർച്ചയായും പങ്കെടുത്ത് കഴിയുമ്പോൾ ശ്രേഷ്ഠമായ പ്രാർത്ഥനകൾ, മനോഹരമായ പ്രാർത്ഥനകൾ, അത് തീർച്ചയായിട്ടും ആ പ്രാർത്ഥനകൾക്കെല്ലാം ഡെപ്ത് ഡയമെൻഷൻസ് ഉണ്ട്. അത് വിശ്വാസത്തിൻ്റെ വലിയ ആഴങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് വലിയ ഉദ്ബോധനങ്ങളുണ്ട്, വലിയൊരു കാറ്റക്കേസിസ് ഉണ്ട്, ഒരു വലിയൊരു വിശ്വാസ പരിശീലനമാണ് അതിനകത്ത്. നമ്മളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഈ ചെല്ലിയിലെ പോലും അത് കേട്ടോണ്ടിരിക്കുന്നത് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്കൊരു ഒരു കുറച്ചുകൂടെ ഫ്രഷ് എയർ, വിശ്വാസത്തിൻ്റെ കുറച്ചുകൂടെ ശുദ്ധമായ വായു നമ്മൾ ശ്വസിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കതിലൂടെ ഉണ്ടാകുന്നത്. കാരണം അത് ചെല്ലുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധരായ പിതാക്കന്മാർ നടത്തിയ ഉദ്ബോധനങ്ങളാണ്, അല്ലാതെ ആരെങ്കിലും നമ്മളെപ്പോലുള്ള ആളുകൾ നടത്തുന്ന പ്രബോധനങ്ങളല്ല. അത് സഭയുടെ ഹൃദയമാണ് അതിനകത്തൂടെ നമുക്ക്. അപ്പോൾ ഈ സങ്കീർത്തനമാലകൾ കൂടി, സങ്കീർത്തനങ്ങളുണ്ട് ഇതിനകത്ത്, ബൗസായിലുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, അതുപോലെ നിലവിളിയുടെ ഭാവത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്, സാഷ്ടാംഗ പ്രണാമങ്ങളുണ്ട്, ശ്രവണങ്ങളുണ്ട്, ദീർഘമായ ശ്രവണങ്ങളുണ്ട്. ഈ പിതാക്കന്മാരുടെ പ്രഭാഷണങ്ങളാണത്. അപ്പം ഇതിലൂടെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കുറവലങ്ങാട് ഇത് ചെയ്യുമ്പോൾ ഇതിലൂടെ നമ്മുടെ കുടുംബങ്ങളെല്ലാം എൻട്രി ചെയ്യപ്പെടുകയാണ്, നമ്മുടെ തലമുറകൾ ബലപ്പെടുത്തപ്പെടുകയാണ് വിശ്വാസത്തിൽ. അതിലൂടെ നമ്മുടെ ഹോൾ ചർച്ച്, പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി സഭകളെല്ലാം ബലപ്പെടുത്തപ്പെടുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സഭയിൽ ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് കടുത്തുരുത്തി പള്ളിയിൽ അവർ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇപ്പോഴും അവരുടെ ഈ പുറത്ത് നമസ്കാരത്തിൻ്റെ രീതിയിൽ അവർ നടത്തുന്നുണ്ട്. അത് അതിൻ്റെ ഒരു ശേഷിക്കുന്ന ഒരു റെമനൻ്റാണ്. അതുപോലെ പുളിങ്കുന്ന് പള്ളിയിലും അതിനെ വളരെ ചെറിയ തോതിൽ അവരെപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ നമുക്ക് കുറവലങ്ങാട്ടത് അതിൻ്റെ സമഗ്രതയിൽ ഇൻ്റഗ്രലായിട്ടുള്ളൊരു ടെക്സ്റ്റ് നമുക്ക് പൂർണ്ണതയിൽ നമുക്ക് പ്രത്യാനയിക്കാൻ സാധിക്കുന്നു. കാലഘട്ടത്തിന് അതീതമായിട്ട്, കാലത്തിൻ്റെയോ വ്യക്തിയുടെയോ സാഹചര്യം കടിപ്പെട്ട് ഏതെങ്കിലും സഭകൾ തങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയെങ്കിൽ ലെറ്റ് ദം ടേക്ക് ദ പെയിൻ ടു ഗോ ബാക്ക് ദെയർ ആൻസെസ്റ്റർ ട്രഡീഷൻ എന്നാണ് പറയുന്നത്. ആ പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങാനുള്ള ഒരു ത്യാഗം, ഒരു വേദന അവരെടുക്കണമെന്നാണ്. നമുക്കത് ഒരു വലിയൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നു. അതിന് കാരണം നമ്മുടെ പിതാവിൻ്റെ ഒരു വലിയ ഗൈഡൻസാണ്. അത് കുറവലങ്ങാട്ടെ ജനതയുടെ വിശ്വാസ പാരമ്പര്യത്തോടും അല്ലെങ്കിൽ വിശ്വാസ പൈതൃകങ്ങളോടുമുള്ള സ്നേഹവും അതിനെക്കുറിച്ചുള്ള അവരുടെ അറിവും അവരുടെ സ്വഭാവബോധവുമാണ് അതിന് കാരണമാകുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്താണെ ആളുകളോ ഇതെന്നതാ പുതിയത് എന്നൊക്കെ പറഞ്ഞ് അതിനെ അവഗണിക്കുകയുള്ളൂ. നമ്മൾ പള്ളി യോഗത്തിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ ആളുകൾ ഒന്നടങ്കം ആവേശത്തോടെയാണ് അച്ഛാ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞത്. അതാണ് കുറവലങ്ങാടിൻ്റെ ഒരു വലിയൊരു മഹത്വം. വേറൊരു സ്ഥലത്തും ഇതുപോലെ ആളുകൾ തങ്ങളുടെ വേരുകളോട്, തങ്ങളുടെ അസ്തിത്വത്തോട് ഇത്രമാത്രം അഭിനിവേശം പുലർത്തുന്ന ഒരു ദേശം നമ്മുടെ സഭയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥന, നമ്മുടെ പള്ളിയിലെ കുർബാന നോക്കൂ, 1 മണിക്കൂറിലധികം എടുക്കുന്നുണ്ട് ഇട ദിവസങ്ങളിൽ. ഇതുവരെ ഒരാൾ പോലും വന്ന് കുർബാന സമയം നീണ്ടുപോകുന്നു മാറി മാറി നമ്മൾ ഉപയോഗിക്കും. അതേസമയം ഒരു പ്രാർത്ഥന ചെല്ലിയില്ലെങ്കിലേ അവർ പറയുള്ളൂ ഇന്ന ആൾ ഇന്ന പോലെ പ്രാർത്ഥന ചെല്ലിയില്ലല്ലോ എന്ന് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് നമ്മുടെ ഈ ഒരു കോർ വാല്യൂസിനോട്, നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളോട് വലിയ കൂറ് പുലർത്തുന്ന ഒരു ഭാഗ്യപ്പെട്ട സഭയാണ് നമ്മുടെ കുറവലങ്ങാട്ടത്.
അതുകൊണ്ട് നമുക്കതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് സാർ. 3 നോമ്പ് തിരുനാൾ കപ്പൽ പ്രദക്ഷിണമില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പാടാം. കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു തവണയെങ്കിലും കപ്പൽ പ്രദക്ഷിണത്തിൽ ഒന്ന് പങ്കെടുക്കണം. ഒരു തവണ പങ്കെടുക്കുന്നവർ പിന്നെ സ്ഥിരമായി പങ്കെടുക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം. ഈ കപ്പൽ പ്രദക്ഷിണത്തിൽ നമ്മൾ ശരിക്കും കടപ്പൂർ നിവാസികളെത്തുന്നു, വലിയ ഭീമാകാരമായി ഈ കപ്പലെടുത്ത് ഉയർത്തുന്നു, തടിയിൽ തീർത്തതാണല്ലോ, ഉയർത്തുന്നു. അതിനുശേഷം മുൻപോട്ടും പുറകോട്ടും ഇടത്തേക്കും വലത്തേക്കുമൊക്കെ അതൊരു കടൽ യാത്ര, ഒരു കപ്പൽ യാത്ര, ഒരു കടൽ ക്ഷോഭം, ഇതെല്ലാം നമ്മൾ അതിലൂടെ ആസ്വദിക്കുകയാണല്ലോ. സാറേ, ഈ നമ്മുടെ കുറവലങ്ങാട്ട് പള്ളിയിലെ പുരാതനമായ കപ്പലിന് 2800 കിലോഗ്രാം ഭാരമുണ്ട്. 2800. എന്നോട് കടപ്പൂരെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജോസിയേട്ടൻ എന്നോട് പറഞ്ഞത് 1000 പേര് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഈ കപ്പൽ വഹിക്കാൻ ഒരു സമയത്ത് തന്നെ കടപ്പൂർ നിവാസികൾ മുഴുവൻ അവിടെയുണ്ട്. പക്ഷേ ഈ കപ്പൽ കയ്യിലേന്താൻ 1000 പേര് കൂടുന്നുണ്ട്. ഒരു സമയത്തല്ല, മാറി മാറി പിടിച്ചുകൊണ്ട് 1000 ചെറുപ്പക്കാർ, 100 കണക്കായ ആളുകൾ വേണം. അത് പ്രായം ചെന്നവർക്കൊന്നും പറ്റിയല്ല. നല്ല ആരോഗ്യദൃഢഗാത്രന്മാരായ ചെറുപ്പക്കാരാണ്, നല്ല രക്തത്തുടിപ്പുള്ള ചെറുപ്പക്കാർ, അവരാണിത് പിടിക്കുന്നത്. അത് ഈ കഴിഞ്ഞ വർഷങ്ങൾ, നൂറ്റാണ്ടുകളിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടതാണ്. വേറെ ആരാണെങ്കിലും ഇത്രയും ശ്രമസാധ്യമായിട്ടുള്ള ഒരു കാര്യം തുടർച്ചയായിട്ട് നടത്താൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. 2800 കിലോഗ്രാം, അത് നട്ടുച്ച നേരത്ത് കൃത്യം 1 മണിക്ക്. അപ്പം കാറ്റിലും കോളിലുമൊക്കെ അതെ പെട്ട് ഉലയുന്ന ഒരു കപ്പലാണ്. അപ്പം ആ ഒരു കപ്പൽ അവരെടുക്കുന്ന ഇപ്പോഴത്തെ ഈ വർഷത്തെ മീറ്റിങ്ങിനും വന്ന ആവേശത്തോടു കൂടിയാണ് അവർ വന്നേക്കുന്നത്. അവർക്ക് ഒറ്റ ഭയമേ ഉള്ളൂ, ഇതിൻ്റെ ചിട്ടകൾ, ഇതിൻ്റെ ക്രമങ്ങൾ, ഇതിൻ്റെ പതിവുകൾ, ഇതിനകത്തൊക്കെ അണുവിട മാറ്റാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവരുടെ പേടി മുഴുവൻ പുതിയ ആർച്ച് പ്രീസ്റ്റ് വന്നു, അദ്ദേഹം ഇതുവല്ലവും ടച്ച് ചെയ്യുമോ എന്നൊരു ആശങ്ക അവരുടെ ഉള്ളിലുണ്ട്. ഞാനത് ചെയ്യുകയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതോടെ അവർക്ക് വളരെ സമാധാനത്തോടു കൂടിയാണ് അവർ പോയിരിക്കുന്നത്. അവർ നൂറ്റാണ്ടുകൾ, 100 കണക്കിന് വർഷങ്ങൾ അവരിത് കീപ്പ് ചെയ്തു എന്ന് ഓർക്കണം. അത് ഈ കപ്പലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ യൗനാൻ ദിവ്യയുടെ താർസീസ് യാത്രയാണ്. അതായത് ഈ കപ്പൽ ഇറങ്ങുമ്പോൾ ആ കപ്പലോട്ടം മുഴുവൻ നമ്മളെ ബൈബിളിലൂടെ കൊണ്ടുപോകും. ബൈബിൾ സംഭവങ്ങളുടെ പുനരാവിഷ്കരണമാണ്. നിനിവയിലേക്കുള്ള യോനായുടെ യാത്രയെ നമ്മൾ ആ കൂട്ടത്തിൽ നിനിവയിലേക്ക് പോകുന്ന പോലെയാണ് ഈ ജനസമുദ്രത്തിൽ ഈ കപ്പൽ പോകുന്നത്. സാറേ, ഞാനത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, ഈ കപ്പൽ പള്ളിയുടെ ആനവാതിൽ കൂടെ ഇറങ്ങി നിന്ന് കഴിയുമ്പോൾ, പുറപ്പെടാൻ തയ്യാറായിട്ട് റെഡിയായിട്ട് നിന്ന് കഴിയുമ്പോഴേ യോനായുടെ തിരുസ്വരൂപം കപ്പലിൽ സ്ഥാപിക്കുകയുള്ളൂ. അതിനെക്കുറിച്ച് കടപ്പുക്കാരനോട് പറഞ്ഞത്, ബൈബിളിൽ യോനാ പ്രവാചകൻ ഈ താർസിസിലേക്കുള്ള കപ്പലിൽ കയറുന്നത് ഓടിച്ചെന്ന് ഒളിച്ച് കയറുകയാണ്. അദ്ദേഹം ഗോപ്യമായ സ്ഥിതിയിലാണ്, അല്ലാതെ നെഞ്ചു വിരിച്ച് അഭിമാനത്തോടെ ചെന്ന് കയറുമല്ല. ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ടുള്ള ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ആ ഒളിച്ചോട്ടത്തിന്റെ ഒരു കള്ളന്റെ എല്ലാ ഭാവങ്ങളോടുകൂടിയാണ് യോന ചെന്ന് ഈ കപ്പലിൽ ഒളിച്ച് കയറിക്കൂടുന്നത്. അതുകൊണ്ടാണ് ആഘോഷമില്ലാതെയാണ് ഈ കപ്പലിൽ യോനയുടെ രൂപം പ്രതിഷ്ഠിക്കുന്നത്. ശാന്തമായിട്ട് നിൽക്കുമ്പോൾ കപ്പൽ പുറപ്പെടാൻ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുക അന്നാരാണ്. അതായത് പള്ളിക്കകത്ത് വെച്ച് സ്ഥാപിക്കുന്നില്ല, പള്ളിയിൽ നിന്ന് കപ്പൽ പുറത്തെടുത്ത് ആനവാതുക്കൽ പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴേ ഉള്ളൂ ഈ രൂപം ഒട്ടും ആഘോഷമില്ലാതെ കൊണ്ടുവന്ന് കപ്പലെ സ്ഥാപിക്കുള്ളൂ. ഈ ആഘോഷമില്ലാതെ കൊണ്ടുവരുന്നത് ഇതാണ്, ഈ യോനായുടെ വരവിനെയാണ്, ഒളിച്ചുള്ള വരവിനെയാണ് അത് ദ്യോതിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ തിരുസ്വരൂപം കപ്പലിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് ആർച്ച് പ്രീസ്റ്റ് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ കപ്പൽ ഓടാൻ തുടങ്ങുകയാണ്. അതിനെല്ലാം കൃത്യമായ ചിട്ടകളുണ്ട്. എത്ര പ്രാവശ്യം പള്ളിയുടെ മുത്തിയമ്മയുടെ മുമ്പിൽ 3 പ്രാവശ്യം വണങ്ങലുണ്ട്, കുമ്പിടലുണ്ട്. അതിനുശേഷം കരോട്ടെ പള്ളിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നടയിലേക്ക് ഓടിക്കയറലുണ്ട്. 3ാമത്തെ പ്രാവശ്യം ഓടിക്കയറുമ്പോൾ പിടിച്ചിരുന്ന പിച്ചള സ്ലീവായിൽ ചുംബിക്കും കപ്പൽ. അതിനൊന്നും അണുവിട മാറ്റം വരുത്തുകയില്ല. 100 കണക്കിന് വർഷങ്ങളായിട്ട് അവർ 3 തവണ ഓടി കയറുമ്പോൾ മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. 3ാം പ്രാവശ്യമാണ് ഈ കുരിശിൽ ചുംബിക്കുന്നത്. അതിനുശേഷം ആനയുടെ അകമ്പടിയോടുകൂടി, തഴക്കുടകളുടെയും ചുരുട്ടിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ഏതാണ്ട് 18 ഇടവക്കാരായ ദേശത്ത് വട്ടക്കാരായ 18 വൈദികർ 18 തിരുശേഷിപ്പുകൾ വഹിച്ചുകൊണ്ട് അനുഗതരായി ഈ കപ്പലോട്ടം നടക്കുന്നത്. കടപ്പൂർക്കാർ
പിന്നെ കൽക്കുരിശും തൊട്ടിയിലും ഉണ്ടല്ലേ കൽക്കുരിശിൻ്റെ അവിടെ ചെല്ലുമ്പോഴേക്കും കപ്പൽ ശക്തമായിട്ട് ആടിയൊലയുകയാണ്. കപ്പൽ നമുക്കത് ഫീൽ ചെയ്യുകയാണ്. കപ്പൽ തകരാൻ പോകാൻ നമുക്ക് തോന്നും. ആ സമയത്ത് കൽക്കുരിശയിൽ പോയി പുരാതന പ്രസിദ്ധമായിട്ടുള്ള മുത്തിയമ്മ ഉയർത്താൻ സഹായിച്ച ആ കൽക്കുരിശയിൽ മുട്ടുകയാണ്. അല്പം ശാന്തമായി മുട്ടുന്ന ആ സമയത്താണ് യോനായുടെ രൂപമെടുത്ത് കടലിലേക്ക് എറിയുന്നത്. കടലിലേക്ക് എറിയുന്നതിൻ്റെ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് എടുത്തു മാറ്റുകയാണ്. എടുത്തു മാറ്റുക. കടപ്പുക്കാർ കപ്പലെ കയറിയാണ് എടുത്തു മാറ്റുന്നത്. ഈ കപ്പൽ എടുത്തു മാറ്റിക്കഴിയുമ്പോൾ പിന്നെ കപ്പൽ ശാന്തമാവും. ഈ പ്രദക്ഷിണത്തിലെ തിരുസ്വരൂപങ്ങൾക്കും എല്ലാം ചിട്ടയും ക്രമങ്ങളും ഉണ്ട്. തോമാസ് ലീഹായുടെ തിരുസ്വരൂപം, മുത്തിയമ്മയുടെ തിരുസ്വരൂപം, എപ്പോഴാണ് പോകേണ്ടത്, മാർ ഔഗേൻ്റെ തിരുസ്വരൂപം, ഇതിനെല്ലാം വളരെ കൃത്യമായ ക്രമീകരണങ്ങളുണ്ട്. കളത്തൂർ കരക്കാരാണല്ലോ ഈ രൂപങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം പോയി. നമ്മുടെ കാളികാവ് കരക്കാർ കളത്തൂർ കരക്കാർക്കുള്ളത് തമുക്ക് നേർച്ചയാണ്. കാളികാവ് കരക്കാർ അവർ രൂപങ്ങൾ കുറവലങ്ങാട് പള്ളിയിലെ തിരുനാളുകളോട് അനുബന്ധിച്ച് അതൊരു വലിയ കൂട്ടുത്തരവാദിത്വമാണ്. ഇത്ര ബൃഹത്തായ ഒരു ഇടവക ആയതുകൊണ്ടായിരിക്കാം അത് ഈ രൂപം വഹിക്കുന്നതിൽ, കൊട വഹിക്കുന്നതിൽ. സാറേ, അത്ഭുതകരമായൊരു കാര്യം, ഈ കാളികാവ് കരക്കാരുടെ ഉത്തരവാദിത്വമാണ് തിരുസ്വരൂപങ്ങൾ വഹിക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ തിരുസ്വരൂപങ്ങളിൽ ചാർത്തുന്ന സ്വർണ്ണാഭരണങ്ങൾ, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള തിരുസ്വരൂപ അലങ്കാരം, 100 കണക്കിന് പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ, അത് അറയിൽ നിന്ന് എടുക്കുന്നതും ചാർത്തുന്നതും അതിന് കാവൽ നിൽക്കുന്നതും അത് സുരക്ഷിതമായി എത്തിക്കുന്നതുമെല്ലാം ഈ കാളികാവ് കരക്കാരാണ്. ഈ കഴിഞ്ഞ മാസം നമ്മൾ നമ്മുടെ സ്റ്റോക്കെല്ലാം ഒന്ന് ഓഡിറ്റ് ചെയ്തിരുന്നു. ഓഡിറ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം, ഒരു പണവട സ്വർണത്തിന് വ്യത്യാസം വന്നിട്ടില്ല. ഈ ഒരു 10 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന അതിൽ നിന്ന് ഒരു മുത്ത് പോലും അതേന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. അത് അവരൊരു വലിയ ഉത്തരവാദിത്വമായിട്ട് എടുക്കുന്നു. അവിടുത്തെ ആ കരക്കാരുടെ ഒരു ക്രെഡിബിലിറ്റി, അവർക്ക് എത്ര ഭംഗിയായിട്ടാണ് അവരത് സൂക്ഷിക്കുന്നത് എന്നുള്ളത്. ഒരു വലിയ അനുഗ്രഹീതരായ ജനതയാണ് ഈ കടപ്പൂർ കരക്കാരും ഈ കാളികാവ് കരക്കാരും അതുപോലെയുള്ള അവകാശങ്ങളുള്ളവരും എല്ലാം. ആ തരത്തിൽ പരമ്പരാഗതമായി കടപ്പൂർ നിവാസികളാണല്ലോ കപ്പലെടുക്കുക. അത് അവർക്കുള്ളൊരു അവകാശം കൂടിയാണ്. ഒപ്പം ഉത്തരവാദിത്വവും എന്ന രീതിയിലാണ് അവരതിനെ കരുതുന്നത്. ഈ കടപ്പൂരെന്ന് പറയുന്നത് അതിനൊരു വലിയ ചരിത്രമുള്ള സ്ഥലമാണ്. കുറവലങ്ങാട് പള്ളിയുടെ ഒരു പ്രമുഖമായ ഒരു ഏരിയയാണ് ഈ കടപ്പൂർ. സാറിനറിയാമല്ലോ, നമ്മുടെ റമ്പാമ്പാട്ടിൽ കടപ്പൂർ റമ്പാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തോമാസ് ലീഹായുടെ കബറടക്കത്തിൽ പങ്കെടുത്ത കടപ്പൂർ റമ്പാൻ അത് ഈ കടപ്പൂർകാരനാണെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് പൈതൃകങ്ങളെ പറയാനുള്ളൂ. നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളുമാണ്. പൈതൃകങ്ങളും പാരമ്പര്യങ്ങളിലൂടെയുമാണ് വിശ്വാസം പരിപ്രേഷണം ചെയ്യപ്പെടുന്ന. അതിൻ്റെ എല്ലാം ഒരു വലിയ വാഹകയാണ് പാരമ്പര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ സഭ പാരമ്പര്യങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്. ഈ കടപ്പൂരിന് അങ്ങനെ ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, 5 വീടന്മാരുടെ ചരിത്രം, അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. 5 വീടന്മാരെന്ന് പറഞ്ഞുള്ള അഞ്ച് വീടന്മാർ, അവർക്ക് രാജാവിൽ നിന്ന് പ്രത്യേകമായ അധികാരങ്ങൾ, രാജാവിനെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ രാജാവ് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിരുന്നൊരു സമൂഹമാണ്. അവർ നല്ല ഈ നാവികന്മാരായിരുന്നു എന്നാണ് പാരമ്പര്യന്മാർ. അത് മിക്കവാറും ഒരു പക്ഷേ നമ്മുടെ ഈ പൂർവികർ, മാർത്തോമ നസ്രാണികൾ പൂർവികർ ജൂസ് ആയിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത്. ഭാരതത്തിൻ്റെ ഈ തെക്കേ പ്രദേശവും കേരളവും പൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളും തമ്മിൽ ഒരുപക്ഷെ ഓൾഡ് ടെസ്റ്റമെൻറ്റ് കാലത്ത് തന്നെ കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. ദാവീദിൻ്റെ കാലത്ത് തന്നെ കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തോമാസ് ലീഹ ഭാരതത്തിലേക്ക് വന്നത് തന്നെ ഇവിടെയുള്ള ജ്യൂസിനെ തേടിയായിരുന്നെന്നും ഇവിടുത്തെ 7 സഭാ കേന്ദ്രങ്ങൾ, നമ്മുടെ കുറവലങ്ങാട്ടിലെ 4 ഫാമിലീസ് വന്നിരിക്കുന്നത് തന്നെ പാലൂരിൽ നിന്നാണല്ലോ. പാലൂർ ഇന്നും അറിയപ്പെടുന്ന യൂതക്കുന്നാണ്. അപ്പോൾ ഈ യൂതന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു സ്വാധീനമുണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ യൂതന്മാരുണ്ടായിരുന്നു. ഒരുപക്ഷെ ഫസ്റ്റ് ക്രിസ്ത്യൻസ് വെയർ ജുഡയോ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചരിത്രകാരന്മാർ കുറച്ചുകൂടെ അതിനോടായിരിക്കും ഒരുപക്ഷെ അനുകൂലിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഇവർ നല്ല നാവികന്മാരാണ്, നല്ല കപ്പൽ യാത്രികരായിരുന്നു. കച്ചവടത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളായിരുന്നു. ഒരിക്കലും ഒരു കപ്പൽ അപകടത്തിൽ പെട്ടു അവർ. കപ്പൽ ഉലഞ്ഞ് തകരുന്ന സ്ഥിതി വന്നപ്പോൾ അവർ നേർച്ച നേർന്നതാണ്. മുത്തിയമ്മയെ വിളിച്ച് നേർച്ച നേർന്നു, പ്രാർത്ഥിച്ചു. അന്ന് മാത്രമല്ല, അവർ നേർച്ച നേർന്നു, ഞങ്ങളെ രക്ഷിക്കണം, രക്ഷിക്കപ്പെട്ടാൽ ഞങ്ങൾ ഒരു കപ്പൽ തിരിച്ചെത്തുമ്പോൾ നിർമ്മിച്ച് കൊല്ലങ്ങാട്ട് പള്ളിക്ക് സമർപ്പിക്കുന്നു. എല്ലാ വർഷവും ഞങ്ങളും ഞങ്ങളുടെ ജന്മാന്തര തലമുറകളും
ഈ കപ്പൽ 3 നോമ്പിനെടുക്കുകയും ചെയ്തു കൊള്ളാം നേർച്ച നേർന്നു. ആ നേർച്ചയുടെ നിറവേറ്റലാണ് ഈ 3 നോമ്പിൻ്റെ കപ്പൽ പ്രദക്ഷിണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ജീവിക്കുന്ന പാരമ്പര്യം പറയുന്ന ആ തരത്തിലാണ്. കടപ്പൂർ കരക്കാർ അതുകൊണ്ട് കുറവലങ്ങാട് സഭയുടെ ഒരു പ്രമുഖ ദേശമാണ്. ഈ കുറവലങ്ങാട് പള്ളിയിലെ തിരുനാളുകളോടെല്ലാം അനുബന്ധിച്ച് വിവിധ കരക്കാർക്ക് വിവിധ ഉത്തരവാദിത്തങ്ങൾ, അവകാശങ്ങൾ, ഒരു വലിയ കൂട്ടു ഉത്തരവാദിത്തത്തിൻ്റെ ഒരു വലിയ നല്ല കാഴ്ച, മനോഹരമായ ഒരു കാഴ്ച. കൂട്ടുത്തരവാദിത്തം മാത്രമല്ല സാറേ, കൂട്ടുത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സമുദായ സൗഹാർദ്ദതയുടെ ഒരു മാനം കൂടി, മതമൈത്രിയും. കാരണം നമുക്കറിയാം ഈ 1960-കൾ വരെയെങ്കിലും ഏറ്റുമാനൂർ ദേവസ്വത്തിൻ്റെ ആനകളാണ് കുറവലങ്ങാട് പള്ളിയിലെ എഴുന്നള്ളത്തിന് വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ആനയാകമ്പടി പ്രദർശനം വന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആനകളായിരുന്നു. ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് കുടകൾ കൊടുത്തയച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും കുറവലങ്ങാട് പള്ളിയും ഈ കുറവലങ്ങാട് പ്രദേശത്തെ ഹൈന്ദവ സമൂഹവും, ഹൈന്ദവരെ ഉള്ളല്ലോ ഇവിടെ, ആ ഹൈന്ദവ സമൂഹവും തമ്മിൽ വളരെ സഗാഠമായ ഒരു ബന്ധം പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചകളിലും ആചരിച്ചുണ്ട്. പ്രത്യേകിച്ച് മുത്തിയമ്മയോടും സെബസ്ത്യാനോ സഹദായോടും നമ്മളെപ്പോലെ ഒരുപക്ഷെ ചില ആളുകൾ വരുന്നത് കാണുമ്പോൾ നമ്മളെക്കാൾ സ്നേഹത്തോടും ഭക്തിയോടും കൂടി വന്ന് പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട്. അതുപോലെ ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തോട് ഇവിടുത്തെ ക്രൈസ്തവർക്ക് എന്നും വലിയ റെസ്പെക്റ്റ് പുലർത്തിയിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ പെരുന്നാളുകൾക്ക് ഇപ്പോഴും ഒരു ഉദാഹരണമായി തീവെട്ടികൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കുറവലങ്ങാട് പള്ളി മാത്രമേ ഉള്ളൂ രാത്രി പ്രദക്ഷിണത്തിൽ തീവെട്ടി ഉപയോഗിക്കുന്ന ക്ഷേത്രം. ഏറ്റുമാനൂർ അമ്പലത്തിൽ കണ്ടിട്ടുണ്ട്, ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പള്ളികളിൽ നമ്മളധികം കണ്ടിട്ടില്ല. കുറവലങ്ങാട്ട് പള്ളിയിലുണ്ട്. അതുപോലെ കുത്തുവിളക്കെടുക്കുന്നത് വൈദ്യുതി പോലുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഉണ്ടായതായിരിക്കാം. പക്ഷെ അതൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഒരു രീതിയാണല്ലോ, സാംസ്കാരിക അനുരൂപണമാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കുത്തുവിളക്ക് പിടിക്കുന്നത്. അതൊക്കെ പ്രത്യേക കുടുംബക്കാരുണ്ട് അത് ചെയ്യാനായിട്ട്. അതുപോലെ ഇതൊക്കെ എടുക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഇതെല്ലാം ഈ തീവട്ടി എടുക്കുന്നതൊക്കെ. അവർക്ക് പ്രത്യേക അവകാശങ്ങളുണ്ട്. കുറവലങ്ങാട് കരയുടെ അവകാശങ്ങളുണ്ട്. അതുപോലെ ഈ കാളികാവ്, അതുപോലെ തന്നെ നമുക്ക് ഈ കുറിച്ചിത്താനത്തുള്ള ഹൈന്ദവ കുടുംബവുമായിട്ട് ഒരു ഇല്ലവുമായിട്ട് കാഞ്ഞിരക്കാട്ട് ഇല്ലത്തിന് നമ്മൾ അവകാശം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അതൊക്കെ ഇപ്പം അടുത്ത കാലത്ത് അതെല്ലാം നിന്നുപോയി എന്നുള്ളതൊരു ദുഃഖകരമായ കാര്യമാണ്. വാസ്തവം പറഞ്ഞെന്നാൽ അതൊക്കെ വലിയ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കടപ്പൂർ കരക്കാർക്ക് അവകാശമുണ്ട്. കപ്പലെടുക്കുന്നവർക്ക് അവർക്ക് നമ്മൾ അവകാശം കൊടുക്കുന്നത് 56 പൈസയൊക്കെയാണ്. അതുകൂടെ കൊടുത്ത് പല സാധനങ്ങളാണ്. പുരാതന കാലം മുതൽ ഒരു പട്ടിനകത്ത് പൊതിഞ്ഞ് അവർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് അത്. ആ നാടിനോടും ദേശത്തോടുമുള്ള പള്ളിയുടെ ഒരു വലിയ നന്ദിയുടെ അടയാളമാണ്. അത് ഇതുവരെയും നമ്മൾ ഇടമുറിയാതെ കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ അവർ പകരമായിട്ട് ഇവിടുന്ന് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന അരി അവർ വെച്ചൂട്ട് നടത്തുകയാണ്. അവർ പാച്ചോറുണ്ടാക്കി പള്ളിയുടെ ആനവാതുക്കൽ വെച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ കടപ്പൂർ കരക്കാർക്ക്, കാളികാവ് കരക്കാർക്കുണ്ട് ഇതുപോലെ. അവർക്ക് പല പ്രാവശ്യം 8 നോമ്പിനും ഉണ്ട്. അവർ ഈ രൂപങ്ങളെല്ലാം സംവഹിക്കുന്ന അവരോട് ഈ സഭയുടെ ഹൃദയത്തിൻ്റെ ഒരു വലിയ സ്നേഹം പ്രകടമാക്കുന്നതാണ് ഈ അവകാശങ്ങൾ കൊടുക്കുന്നതിലൂടെ. അങ്ങനെ സഭയോടുള്ള സഭയും കടപ്പൂർ അല്ലെങ്കിൽ കാളികാവ് കരക്കാരും തമ്മിൽ വലിയ കൊടുക്കൽ വാങ്ങലുണ്ട് എന്ന് പറയുന്ന പോലൊരു ബന്ധമുണ്ട്. അത്ര ആഴത്തിലൊരു ബന്ധമാണ്, ഒരു സഭാത്മകമായൊരു ബന്ധമാണ്. അതുപോലെ നമ്മുടെ ഈ കുടുംബക്കാർക്കുണ്ട്, വ്യത്യസ്ത കുടുംബക്കാർക്കുണ്ട്. ഉദാഹരണമായിട്ട് കണിവേലി കുടുംബക്കാർ, മുട്ടിച്ചിറ, അവർ നമ്മുടെ പള്ളിയുടെ സമീപത്താണ് താമസിച്ചിരുന്നത്. പിന്നീട് പള്ളിയുടെ ഡെവലപ്മെൻറ്റിൽ അവരുടെ സ്ഥലം വിട്ടുകൊടുത്ത് അവർ മുട്ടിയറ ഭാഗത്തേക്ക് പോയി. ആ മുട്ടിയറ ഭാഗത്തേക്ക് പോയപ്പോൾ അവരങ്ങനെ പള്ളിയിൽ നിന്ന് അകന്ന് പോകുമ്പോൾ അവർക്ക് പള്ളി ഒരു അവകാശം കൊടുത്താണ്, പള്ളിയിലെ പെരുന്നാളിന് കുടയെടുക്കാനുള്ള അവകാശം. ഇപ്പോഴും അവരുടെ ചെറുപ്പക്കാരും കുട്ടികളും ഈ പെരുന്നാളിന് വന്ന് വളരെ സന്തോഷത്തോടെ വന്ന് ചൊവ്വാഴ്ച ദിവസം കുടയെടുക്കുകയാണ്. ആ കുടയെടുക്കുന്നതിൽ അവർ അഭിമാനത്തോടു കൂടിയാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അവർക്കും അവകാശം പള്ളിയിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു. അതുപോലെ കരോട്ടക്കുന്നേ കുടുംബം, അവർ വെൺപാച്ചോറാണ് അവർ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെൺപാച്ചോറ് അവർ പണ്ട് ഞാൻ കേട്ടിരിക്കുന്നത് പള്ളിയിൽ ഒരുപാട് സദ്യകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പള്ളിയിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട് ഒരുപാട് സദ്യകളുണ്ടായിരുന്നു. ഈ സദ്യകളിലെ കലവറ പ്രമാണിമാരായിരുന്നു ഈ കരോട്ടക്കുന്നേൽ കുടുംബം. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഈ വെൺപാച്ചോറ് വെച്ച് കൊടുക്കുന്നു
എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത്. അവർക്കും അവകാശം കൊടുക്കുന്നൊരു കാര്യമുണ്ട്. അതുപോലെ സഭ എന്നാൽ ഇതുപോലെയുള്ള കുടുംബങ്ങൾ, കരക്കാർ, ദേശക്കാർ. അതിലും എനിക്ക് വളരെ പ്രധാനപ്പെട്ടായിട്ട് ഞാൻ കേട്ട ഒരു കഥ കേട്ടിരിക്കുന്നത് നമ്മുടെ മറ്റത്തിലച്ചൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ കുറവലങ്ങാട് സഭ ആരംഭിക്കുന്നത് 4 കുടുംബങ്ങളിൽ നിന്നാണല്ലോ. കള്ളി, കാളികാവ്, പകലമറ്റം, ശങ്കരപുരി. ഈ കുടുംബങ്ങളെല്ലാം ഇപ്പോഴും അതേ വീട്ടുപേരും നിലനിൽക്കുന്നു. അവർക്കെല്ലാം കുടുംബയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പകലോമറ്റം കുടുംബയോഗം വളരെ ശക്തമാണ്. അവർക്ക് ഞാൻ കേട്ടിരിക്കുന്നത് 35,000 കുടുംബങ്ങൾ. അത് കത്തോലിക്കർ മാത്രമല്ല, ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, അതുപോലെ ഉള്ള സഭകൾ, എല്ലാ സഭകളിലെല്ലാം പിതാക്കന്മാർ, ആ സഭകളിലെല്ലാം ഉള്ള പിതാക്കന്മാർ മാത്രമല്ല, അവരുടെ പരമ ആചാര്യന്മാരായ ബാവാമാരും ഈ കുടുംബത്തിൽ നിന്നായിരുന്നു. 6 മാർത്തോമ വരെയുള്ള യാക്കോബായ സഭ പിരിഞ്ഞു പോയപ്പോൾ 6 മാർത്തോമ വരെയുള്ള എല്ലാ മാർത്തോമാരും കുറവലങ്ങാട്ടുകാരായിരുന്നു, പകലോമറ്റംകാരായിരുന്നു. അങ്ങനൊരു വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ ഈ 4 കുടുംബങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ 4 കുടുംബങ്ങൾ കുറവലങ്ങാടിൻ്റെ 4 മൂലക്കല്ലുകളാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 3 നോമ്പ് തിരുനാളിന് കൊടി കയറ്റാനായിട്ട് വരുമ്പോൾ ആർച്ച് പ്രീസ്റ്റ് കൊടിക്കയറയിൽ പിടിച്ചേച്ച് കൊടി കയറ്റുന്നതിന് മുമ്പ് തിരിഞ്ഞ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കള്ളി, കാളികാവ്, പകലോമറ്റം, ശങ്കരപുരി കുടുംബങ്ങളിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട തലവന്മാരിവിടെ ഉണ്ടോ, ഇവിടെ സന്നിഹിതരാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ മുന്നോട്ട് വരും. ഉടനെ ചോദിക്കും, 3 നോമ്പ് തിരുനാളിന് കൊടി ഉയർത്തുന്നതിൽ തടസ്സമുണ്ടോ? ഒരു അനുവാദം പോലെ അല്ലേ? ഒരു അനുവാദം ചോദിക്കൽ പോലെയാണ്. അതിനകത്തൊരു വലിയ എക്ലേസിയോളജി ഉണ്ട്, ഒരു സഭാശാസ്ത്രമുണ്ട്. അത് ഈ ആർച്ച് പ്രീസ്റ്റിന് അല്ലെങ്കിൽ വികാരിക്ക് സ്വന്തം നിലയ്ക്ക് അങ്ങ് ചെയ്യുന്ന ഒരു കാര്യമല്ലത്. ഈ ഇടവകയിലെ ദൈവജനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന അവരോടാണ് ചോദിക്കുന്നത്. ഈ ദൈവജനത്തോടുള്ള വലിയൊരു ബാന്ധവത്തിലാണ് ഈ ഒരു വലിയ ധർമ്മം ഈ ആർച്ച് പ്രീസ്റ്റ് നിർവഹിക്കുന്നത് എന്നുള്ള, സഭ മുഴുവൻ ദൈവജനമാണ് എന്നുള്ള ഒരു ഹൈറാർക്കി അല്ല സഭ, അല്ലെങ്കിൽ ജനം മാത്രമല്ല സഭ. ഹൈറാർക്കിയോട്, ദൈവജനത്തോട് ഉൾച്ചേർക്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് സഭയുടെ ഹൈറാർക്കി കൂടുതൽ അർത്ഥവത്താകുന്നത് എന്നുള്ള ഒരു വലിയ ദൈവശാസ്ത്രം ഈ പറഞ്ഞ ചോദ്യത്തിലുണ്ട്. അതിന്നിപ്പോൾ നിന്ന് പോയിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ അത് തിരിച്ചെടുക്കാമെങ്കിൽ നല്ലതാണ്. അത്തരത്തിൽ നമുക്ക് ചെയ്യുന്നത് നല്ലതാണ്. കൊള്ളഞ്ഞാട്ടിൽ എല്ലാവർക്കും ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കാര്യം, അവർക്ക് അവരുടെ ആ റൂട്ടുകളെക്കുറിച്ചുള്ള വലിയൊരു കോൺഷ്യസ്നെസ് ഉണ്ട്, ഒരു ചരിത്രാവബോധമുണ്ട്, സഭാസ്നേഹമുണ്ട്, പൈതൃകങ്ങളോടുള്ളൊരു സ്നേഹമുണ്ട്. പൈതൃകങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വിശ്വാസത്തോടുള്ള സ്നേഹമാണ്. അതാണ്. അത് നമുക്ക് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് തന്നെ ദിശ നൽകാൻ പര്യാപ്തമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വെച്ചാൽ പതിവ് പോലെയും, അല്ലെങ്കിൽ നമുക്ക് പറയാം പതിവിലും കൂടുതൽ ഒരു വിശ്വാസ സമൂഹം നമുക്ക് ഈ വർഷത്തെ 3 നോമ്പ് തിരുനാളിന് പ്രതീക്ഷിക്കാം അല്ലേ? ഒത്തിരിയധികം പ്രത്യേകതകളുണ്ടല്ലോ. തീർച്ചയായിട്ടും സാറേ. 3 നോമ്പ് തിരുനാൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇത് കുറവലങ്ങാടിൻ്റെ മാത്രം ഒരു പെരുന്നാളല്ല 3 നോമ്പ്. ഇത് നമ്മുടെ സഭയുടെ തന്നെ ഒരു ഹൃദയമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ സഭയുടെ ജീവിതത്തോടും അതിൻ്റെ സ്വത്വത്തോടും വളരെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രാധാന്യമുള്ള ഇടമാണ് കുറവലങ്ങാട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സഭ ഇന്ന് നമ്മുടെ പള്ളിയെ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത് ആദ്യമായിട്ട്. അതും ആർച്ച് ഡീക്കൻ്റെ പേരൂടെ ചേർക്കപ്പെട്ടുകൊണ്ട്, ദേവാലയത്തിൻ്റെ പേരിനോടുകൂടി നമ്മുടെ പള്ളിയിൽ മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടിയിട്ട് ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെട്ടേക്കുന്ന പള്ളിയാണ്. അതുകൊണ്ട് ഈ പെരുന്നാളും ഈ പള്ളിയിലെ കാര്യങ്ങളും എല്ലാം നമ്മുടെ സഭ മുഴുവനോടും ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് സീറോ മലബാർ സഭയിലെ സർവരും ശ്രദ്ധിക്കുകയും പങ്കെടുക്കുകയും എല്ലാം ചെയ്യുന്നൊരു തിരുനാളാണ് ഈ വർഷം. അത് പ്രത്യേകിച്ച് നമ്മൾ ബാവുസ പ്രാർത്ഥനകൾ കൂടി നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുമ്പോൾ അത് ഞാൻ കരുതുന്നു നമ്മുടെ ദൈവജനത്തെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുകയും അത് ബലപ്പെടുത്തുകയും ചെയ്യും. അതിലൂടെ നമ്മുടെ സഭ ബലപ്പെടുത്തപ്പെടും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് കുറവലങ്ങാടുകാർക്ക് വേണ്ടിയിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സർവരെയും, ജാതിമത ഭേദമന്യേ സർവരെയും മുത്തിയമ്മയുടെ ഈ പുണ്യ സവിധത്തിലേക്ക്, ചരിത്രമുറങ്ങുന്ന ഈ പുണ്യഭൂമിയിലേക്ക്, കപ്പൽ പ്രദക്ഷിണത്തിൻ്റെ വീതിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും മുത്തിയമ്മയുടെ മധ്യസ്ഥതയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വെച്ചാൽ കുറവലങ്ങാടിൻ്റെ മഹത്വം, അതോടൊപ്പം തന്നെ 3 നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് അച്ഛൻ പങ്കുവെച്ച് തന്നു.
ഒത്തിരി നന്ദി. താങ്ക് യു സാറേ. സാറിനും പ്രത്യേകം നന്ദി പറയുക. ഞാനിവിടെ ചാർജ് എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ലിജോ മുക്കത്ത് സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ സഭയുടെ ചരിത്രത്തെക്കുറിച്ച് വലിയ അവഗാഹം സിദ്ധിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് സാർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാറിനെ അടുത്ത് പരിചയപ്പെട്ടപ്പോൾ എനിക്കത് കൂടുതൽ ബോധ്യപ്പെട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് അടുത്ത് നിൽക്കുന്നവരെ ഉജ്ജ്വലിപ്പിക്കുക എന്ന്. എനിക്ക് സാറിനോട് എപ്പോഴെല്ലാം സംസാരിക്കുമ്പോഴും ഞാനും സഭാസ്നേഹത്താൽ ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഫീലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഈ സംസാരത്തിലാണെങ്കിലും സാറ് ചോദിച്ച ചോദ്യങ്ങളാണ് വാസ്തവം പറഞ്ഞാൽ എന്നെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും തുറന്ന് അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് പറയാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞതെല്ലാം സാറിൻ്റെ ചോദ്യങ്ങളുടെ ഒരു പരിണിതിയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് സാറിന് ഹൃദയപൂർവ്വകമായി നന്ദി പറയുന്നു. ശരി, താങ്ക് യു.